ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ആ ചിക്കൻ ഏറ്റവും ആദ്യം നമ്മൾ പാനിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീൽ റാക്കിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സ്റ്റീലിന്റെ ഒരു റാക്ക് വേണം. പിന്നെ വേണ്ടത് ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ ചിക്കൻ്റെ പീസുകൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും തുല്യ അളവിൽ എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിയും കുരുമുളകിന്റെ പൊടിയൊക്കെയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ തന്തൂരി മസാല എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള മസാലയും എടുത്തേക്കുന്നത്. ഈ മസാല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ മസാല ചേർക്കാണ്ട് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കടയിൽ നിന്ന് നമ്മൾ തന്തൂരി മസാല നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുമ്പോൾ ആ കവറിന്റെ പുറത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടാവും. അപ്പം അതിന്റെ പുറത്ത് MSG ഇല്ലാത്ത മസാല നോക്കിയിട്ട് വാങ്ങാം. MSG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജിനോമോട്ടോയാണ്. അതില്ലാത്ത മസാല ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നാരങ്ങ നീര് വേണം. ഈ ചിക്കനിലേക്ക് നമുക്ക് മസാല മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം, മല്ലിപ്പൊടി ചേർക്കാം, കുരുമുളകിന്റെ പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, തന്തൂരി മസാല ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. ഞാനിവിടെ 1 നാരങ്ങ എടുത്തേക്കുന്നത്. ഈ മസാലയിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ മസാല എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലകളെല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസ് ഇട്ടിട്ട് നന്നായിട്ട് മസാല പിടിപ്പിക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ ഓരോ പീസ് എടുക്കാം. ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ മസാല നമ്മൾ ചിക്കനിൽ നമ്മളിങ്ങനെ തേക്കുമ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ടിരിക്കണം. ആ തൈര് ചേർക്കുമ്പോൾ നല്ല കട്ട തൈര് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. നല്ല വെള്ളം പോലത്തെ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയൊന്നും ചിക്കനിൽ ശരിക്കും പിടിക്കില്ല. ഈ ചിക്കൻ നമുക്ക് കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് വെക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്ക് ഏറ്റവും ആദ്യം വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വേവും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടിയും തിരിച്ചിടാം. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടി തിരിച്ചിടാം. നമുക്ക് മൂടി വെച്ചിട്ട് ഈ സൈഡും കൂടി വേവിക്കാം. മൂടി വയ്ക്കാം. അപ്പോൾ ചിക്കൻ 2 സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ചിക്കൻ എടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബാക്കിയുള്ള ചിക്കനും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ചും കൂടി എണ്ണയൊന്ന് ഒഴിക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാവരും വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ റാക്ക് എടുക്കുക. ഈ റാക്ക് നമുക്ക് ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ വയ്ക്കാം. നമുക്ക് തീ ഓണാക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഈ ചിക്കൻ്റെ ഓരോ പീസുകൾ എടുത്തിട്ട് ഈ സ്റ്റീൽ റാക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിടാം. ഇതിന് ഓരോ സൈഡും തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക.
ചിക്കൻ രണ്ട് സൈഡ് നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഇതെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സ്റ്റീൽ റാക്ക് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് മാറ്റാം. ഈ ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോകും. ചിക്കനെല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തത് റെഡി ആയിട്ടുണ്ട്.